അങ്ങനെ പോള മുത്തൂറ്റിൻ്റെ ചില ബന്ധുക്കൾ, പ്രത്യേകിച്ച് ഒരു ആലപ്പുഴയിൽ റിസോർട്ടുണ്ട്, പള്ളാത്തുരുത്തി പാലത്തിന് താഴെ മുത്തൂറ്റിന് ഒരു ഹൗസ് ബോട്ട് ടെർമിനലുണ്ട്, ആ ഭാഗങ്ങളിലൊക്കെ പരിചയമുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവരോടൊക്കെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ ഈ പോൾ കേരളവുമായിട്ട് അധികം ബന്ധമിടാത്ത മുത്തൂറ്റ് ഗ്രൂപ്പിലെ ഒരു അംഗമാണ്. അദ്ദേഹം ഡൽഹിയിൽ ജനിച്ചു വളർന്ന ആളാണ്. ഡൽഹിയിലെ മുത്തൂറ്റിൻ്റെ സ്കൂളിലടക്കം ഉത്തരവാദിത്തമുള്ള ഒരു വ്യവസായ പ്രമുഖൻ എന്ന രീതിയിലാണ് നമുക്കെല്ലാം റിപ്പോർട്ട് കിട്ടുന്നത്. അതിനൊടുവിൽ പോൾ മുത്തൂറ്റിൻ്റെ ജ്യേഷ്ഠൻ അന്ന് ഞാൻ ആലപ്പുഴ ജില്ലാ ആശുപത്രിയിൽ വെച്ച് രാവിലെ പരിചയപ്പെടുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് കാരണങ്ങളൊന്നും അറിയത്തില്ല, ഇപ്പോൾ പോലീസ് അന്വേഷിക്കട്ടെ, അതിനുശേഷം നമ്മൾ മറുപടി പറയാം എന്നുള്ള ഒരു വാചകത്തോടെ അദ്ദേഹത്തിൻ്റെ സംഭാഷണം അവസാനിക്കുകയായിരുന്നു. പിന്നീട് അങ്ങോട്ട് പല രീതിയിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്നു. ഒരു പുതിയ അന്വേഷണ സംഘത്തെ അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ നിയമിക്കുന്നു. അന്ന് IG വിൻസെൻ്റ് എംപോൾ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് ഈ കേസ് അന്വേഷണം ഏറ്റെടുത്തത്. അന്ന് ആലപ്പുഴയിലെ CA ആയിരുന്ന തോമസ് സാറായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട മേൽനോട്ട ചുമതല ഉണ്ടായിരുന്നത്. അങ്ങനെ ജനറൽ ആശുപത്രിയിൽ നിന്നും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം പോൾ മുത്തൂറ്റിൻ്റെ മൃതദേഹവുമായിട്ട് അവരുടെ കുടുംബാംഗങ്ങൾ പോകുന്നു. പിന്നീട് നമ്മൾ രാമങ്കരി മങ്കൊമ്പ് പ്രദേശത്തുള്ള പോലീസ് സ്റ്റേഷനുകൾ, അത് രാമങ്കരി കോടതിയിലേക്ക് കേസ് റഫർ ചെയ്യപ്പെടുന്നു. അവിടെ നിന്നാണ് അന്വേഷണങ്ങൾ തുടക്കം. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഒരു സുപ്രഭാതത്തിൽ IG വിൻസെൻ്റ് ഇപ്പോൾ ഒരു വാർത്താ സമ്മേളനം വിളിക്കാൻ വേണ്ടി ഞങ്ങളെ ആലപ്പുഴ SP ഓഫീസിലേക്ക് ക്ഷണിക്കുന്നു. ഞങ്ങളെല്ലാവരും തയ്യാറായി പോകുന്ന സമയത്ത് ആ വാർത്താ സമ്മേളനം റദ്ദാക്കപ്പെടുകയും അവിടെ നിന്ന് അദ്ദേഹം നേരിട്ട് തിരുവനന്തപുരത്തേക്ക് പോവുകയും ചെയ്യുന്നു.